വിടുന്നില്ല. എന്തായാലും കാണാൻ പറ്റിയില്ല. അപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈഫ്, ഇങ്ങനെ ഒരു ലൈഫ് ഞാൻ തെരഞ്ഞെടുത്തത്. മരിക്കാനായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും കേൾക്കേണ്ടേ വരത്തില്ലായിരുന്നു, കാണേണ്ടേ വരത്തില്ലായിരുന്നു. ഇപ്പൊ ഞാനിത് ഇങ്ങനെ ഇത് വിളമ്പേണ്ട ആവശ്യമൊന്നും വരത്തില്ലായിരുന്നു. തന്നെ എല്ലാം പുറത്തു വന്നേനെ. അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്ന് വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനെ കാണിച്ചു കൊടുത്തു. ഇൻ കേസ് ആ പുറത്തുനിന്ന് വന്ന ആള് എന്തെങ്കിലും മിഠായി കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുക, കൊച്ചിനെ മേടിക്കും, കൊച്ചത് കഴിക്കും. ഇൻ കേസ് കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇൻ കേസ് സംഭവിച്ചു എന്നല്ല, സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്തം പറയും? ആരുടെ കയ്യിൽ, ആരാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മമ്മിയും പപ്പയും എന്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരവാദിത്തം, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ്? ഞങ്ങളുടെ മിക്കുവിനെ വേണം. അതായത് എനിക്ക് എന്റെ മിക്കുവിനെ വേണം. മിക്കുവിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഒറ്റ സ്ക്രീൻഷോട്ട് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അന്തം വിടും സുഹൃത്തുക്കളെ. അപ്പോൾ ആ കുട്ടി പറയുന്നത് കാണാനും കേൾക്കാനും നമുക്ക് ഉൾക്കൊള്ളാനും പറ്റാത്ത കാര്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് എത്തിയത് കൊണ്ട് തന്നെയാണ്. എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, എന്തൊക്കെയാണുള്ളത്? കുറേയധികം ഫാമിലി വ്ളോഗേഴ്സിൻ്റെയൊക്കെ പേരൊക്കെ അതിനകത്തുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല, അത് എന്തിനാണെന്നുള്ള കാര്യം അതാ പറഞ്ഞത്. അതൊക്കെ പുറത്ത് വന്ന കുറേയധികം ഫാമിലി വ്ളോഗ് ചെയ്യുന്നവന്മാരൊക്കെ ചെന്ന് കയറി ഇദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യുമെന്ന് കാര്യം പറയാൻ വേണ്ടിയിട്ട് പോലും അൺപ്രഡിക്റ്റബിൾ ആണ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരു പെണ്ണിൻ്റെ കണ്ണുനീരങ്ങ് അത് ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിനെ നശിപ്പിച്ചിട്ട് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നടക്കുന്നത് കാണുമ്പം വല്ലാത്തൊരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ ഹൈ റേഞ്ച് ഫാമിലി എന്ന് പറയുന്ന നമ്മുടെ അദ്ദേഹത്തിൻ്റെ ചാനലിനകത്ത് വന്ന നമ്മുടെ കുഞ്ഞാറ്റ ഇച്ചായൻ എന്ന് പറയുന്ന പുള്ളിയുടെ ചാനലിനകത്ത് വന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോഴേ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. കാരണം ആ വീഡിയോക്കകത്ത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം നിലവിൽ ആ ലോക്കൽ ഗാർഡിയൻഷിപ്പ് ആ ഒരു അമ്മയും അതുപോലെ ആ ഫാമിലിക്കാണ് കൊടുത്തേക്കുന്നത്. ആ സ്ഥലത്തേക്ക് ഇദ്ദേഹം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നിയമപരമായിട്ട് നിലനിൽക്കുന്ന കാര്യമല്ല. അഥവാ പോലീസിൻ്റെയോ കോടതിയുടെയോ അതിനുള്ള വ്യക്തമായ ഇതോടുകൂടി മാത്രമേ പോയി കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഡിവോഴ്സും കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാർ കാണുന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ പോയി കണ്ടു കളയാം എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതും ആ കുട്ടി പോയി പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് പോയി കാണാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ ഇത്രമാത്രം ഗുരുതരമായ കാര്യം തെറ്റാണെന്ന് നിയമം അറിയുന്ന ആൾക്കാർക്ക് ദയവായി അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഇതുപോലുള്ള നേരിട്ടുള്ള വിഷയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കേൾക്കാം. ആദ്യം രണ്ടും കാണാം. കുഞ്ഞാറ്റ വന്നിട്ടുണ്ട്. വിടുന്നില്ല. എന്തായാലും കാണാൻ പറ്റിയില്ല. അപ്പം ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് അദ്ദേഹത്തിനെ കാണിക്കാത്ത ഒരു ഇമോഷൻ അങ്ങ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കണ്ണുനീരായിട്ട് കൊടുക്കുകയാണ്. പക്ഷെ നിയമപരമായിട്ട് ഡിവോഴ്സോ മറ്റുള്ള കാര്യങ്ങളും കേസ് നടക്കുന്ന ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതം ഇറങ്ങി തിരിച്ചിട്ട് ഞാൻ മിക്കു എന്ന് പറഞ്ഞ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞാണ്, അദ്ദേഹത്തിന് കാണുകയും ചെയ്യാം. പക്ഷേ നിയമപരമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഇമോഷൻസിനോട് യാതൊരു വാല്യൂ ഇല്ല. കാരണം ഇവിടെ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൻ്റെ അകത്ത് അവിടെ നിലവിൽ ലോക്കൽ ഗാർഡിയൻഷിപ്പ് ആർക്കാണോ ഉള്ളത് അവരാണ് അവർ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചിരുന്നാലും അതുപോലെ തന്നെ കുഞ്ഞാറ്റയുടെ അമ്മയും ആ ഫാമിലിയും കുഞ്ഞാറ്റയും അതിന് ഉത്തരവാദിയാണ്. ഇദ്ദേഹം അവിടെ പോയിട്ട് എന്ത് സംഭവിച്ചിരുന്നാലും ആ കുട്ടിക്ക് സംഭവിച്ചാലും അത് തന്നെ അവർ തന്നെയാണ് അതിന് കുറ്റക്കാരാവുക. അപ്പോൾ ഇദ്ദേഹം അവിടെ പോയിട്ട് കണ്ടില്ല എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? പോയാൻ ശരി. അപ്പം ഇനിയിപ്പം അപ്പം കാണാം. അപ്പോൾ ഞാൻ മിക്കുവിനെ കാണാൻ നടന്നില്ല, മിക്കുവിനെ കണ്ടില്ല. ഞാൻ വക്കീലിനെ ഒന്ന് വിളിച്ചു. അപ്പോൾ ഇത് വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് വേണം ഇദ്ദേഹം അത് ചെയ്യേണ്ടിയിരുന്നത്. ഈ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് മാത്രം നോക്കാം. ബാക്കി കുഞ്ഞാറ്റയുടെ വീഡിയോ വന്നിട്ടുണ്ട്, അതും കാണാം. നല്ല അഭിനയമാണ് അമൽ. ഇപ്പോൾ കുഞ്ഞാറ്റയുടെ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്താ കാര്യമെന്ന്. നാണമുണ്ടോ നിങ്ങൾക്ക്? ഈ പ്രശ്നമുണ്ടായപ്പോൾ സാരമില്ല, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ട ആളാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ പറയുക കുഞ്ഞാറ്റയുടെ ഭാഗത്താണ് 100% ശരി. പിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുക, ഒരു പെണ്ണിൻ്റെയും കണ്ണുനീര് നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ്. ഞാൻ ഇത് എന്നെ കാണുന്ന മുഴുവൻ പ്രേക്ഷകരോട് ഞാൻ പറയാം, ആരും പെർഫെക്റ്റ് അല്ല, നോബഡി. ഓക്കെ, 100% ഇദ്ദേഹത്തിൻ്റെ കുറേയധികം സംഭവങ്ങളുടെ സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. എൻ്റെ മാത്രമല്ല പലരുടെയും കിടപ്പുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരെണ്ണം എടുത്ത് വിട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല. അത്രമാത്രം അത് ഭയങ്കര അതിദയനീയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടി, ഞാനത് പുറത്ത് വിട്ടിട്ടില്ല. കാരണം അതൊന്നും അത്ര ശരിയല്ല. കാരണം ഒരാളുടെ ജീവിതത്തിന് അങ്ങ് പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയും. ആ സാധനം അത്രമാത്രം അതിനകത്ത് കിടപ്പുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളാണ്. പക്ഷെ ഞാനായിട്ടത് ചെയ്യത്തില്ല എന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് ഞാനതിന് മുമ്പ് ഞാൻ 2-3 വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് നിർത്ത്. ഇത് ആരെങ്കിലും എടുത്ത് ഇങ്ങനെ പുറത്ത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് പോകും. ആ തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നത്. അദ്ദേഹം ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പുറത്ത് വരുവാണെങ്കിൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വയ്ക്കും. ഞാൻ അതിപ്പോഴേ ഉറപ്പിച്ച് പറയാം. എന്തായാലും ഞാൻ ആ പരിപാടി ചെയ്യത്തില്ല. ബാക്കി ഇത് പുറത്ത് വരുമായിരിക്കും. ആ കുട്ടി ഇനി നമുക്ക് ആ ഒരു കുഞ്ഞാറ്റയുടെ വീഡിയോയിലേക്ക് പോവാം. ഹലോ. അപ്പോൾ
കഴിഞ്ഞ ഒരു മാസമായിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാൻ എനിക്ക് ഇതുവരെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഞാൻ ഒരു കാര്യം മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിലോട്ട് പെടുത്താൻ വേണ്ടിയിട്ടും വന്നതാണ്. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് എന്തിനാ ഇട്ടത് എന്ന് കൂടി ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാനത് ഇട്ട സാഹചര്യത്തിൽ അതായത് ഞാൻ കുറച്ച് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിരുന്ന പഴയ വീഡിയോസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റ ജിസ്ബി ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബിൽ ഞാൻ എൻ്റെ പേര് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റിൽ മാത്രം ഒതുക്കിയത്. ഇതൊരു റീച്ച് ആക്കണമെന്നോ അല്ലെങ്കിൽ ഇതൊരു വീഡിയോ ഇട്ട് ഇതാക്കണമെന്നോ ഞാൻ വിചാരിച്ചൊന്നും അല്ല ഞാനിത് ചെയ്തത്. അപ്പോൾ എനിക്കതൊക്കെ ചെയ്യാനാണെന്നെങ്കിൽ എനിക്ക് ഓരോരുത്തർ വീഡിയോ ഇട്ടപ്പോൾ അതിനെതിരെ വീഡിയോസ് ഇട്ടിട്ട് എൻ്റെ കയ്യിലുള്ളതൊക്കെ നേരത്തെ എനിക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യായിരുന്നു. ഞാൻ ഇവിടെ ഞാൻ ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സീരിയസ്ലി, ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയ കാര്യങ്ങൾ എന്തായാലും ഇവരുടെ കയ്യിൽ കിട്ടാതിരിക്കത്തില്ല. ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും ഇവരുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. ആ കുട്ടി ആയതുകൊണ്ട് മാത്രം ഇന്ന് ഈ പറയുന്ന ഇച്ചായ എന്നുള്ള വ്യക്തി സത്യം പറഞ്ഞ സമൂഹത്തിൻ്റെ മുമ്പിൽ കുറച്ചധികം ആൾക്കാരുടെയെങ്കിലും നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടൊക്കെ കിട്ടും. സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ആകും. പാവം അച്ഛനാണ് എന്താ ഈ പെണ്ണ് കൂടെ നിന്നിട്ട് വലിപ്പിച്ചിട്ട് പോയി, അവൾ വലിയ ഇതായിട്ട് പോയി, അവൾ നിക്കറിട്ടുകൊണ്ട് നടക്കുന്നു, അവൾ അല്പവസ്ത്രധാരിയായി, അവൾ മറ്റേ വേറെ എന്തൊക്കെ പരിപാടികൾ അവൾ കാണിക്കുന്നു, അവൾ വേറെ രാജ്യത്തൊക്കെ പോയി പൈസ വന്നപ്പോൾ അവൾ സ്വഭാവം മാറി എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ഈ ചില ആൾക്കാരൊക്കെ നന്നായി കഴിഞ്ഞാൽ കുറ്റം പറയില്ല സമൂഹം. അതുപോലത്തെ ഒരു പരിപാടി ഈ കുട്ടിയായതുകൊണ്ട് മാത്രമാണ്. മറ്റാരെങ്കിലും സോഷ്യൽ മീഡിയക്കകത്തിട്ട് അപരാധിക്കാനാണ് തീരുമാനമെടുത്തതെങ്കിലും ഈ പറയുന്ന ഇച്ചായന് ഈ ഫുൾ ടൈം എന്ന് പറഞ്ഞ ആകാശവും കടന്ന് അതിൻ്റെ എല്ലാ നമ്മുടെ ഈ ഗാലക്സി കടന്ന് പോകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആ കുട്ടികളെ കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ടും അത് ഈ നിമിഷം വരെ അത് കമ എന്നൊരു അക്ഷരം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല. ആ ഒരു കാര്യത്തിന് വ്യക്തമായ റീസൺ ഉണ്ടെന്നുള്ള കാര്യം ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്കെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഞങ്ങളടക്കം പല യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻബോക്സിൻ്റെ അകത്തൊക്കെ കിട്ടിയിട്ടുണ്ട് പലർക്കും. എന്നിട്ടും എന്തുകൊണ്ടെന്നറിയാമോ, ഞാനും ചിന്തിക്കുന്നത് ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ മാത്രമാണ്. അതായത് ഈ പറയുന്ന ഇച്ചായൻ ഇയാളൊരു മനുഷ്യനാണ്. അയാൾ എന്തിനാണ് ഞാൻ അതിനകത്ത് വരത്തില്ല. കാരണം ഞാൻ ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇയാളെ മറ്റേ നമ്മൾ പറയത്തില്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനില്ല. ബട്ട് ഈ കുട്ടിയെ ചെയ്തിട്ടില്ല. മാന്യതയുടെ അങ്ങേയറ്റമാണ്. ആ കുട്ടിയെ ബഹുമാനിച്ചിട്ടില്ല എങ്കിലും അതിനെ കുറ്റപ്പെടുത്തി അതിനെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അതിൻ്റെ പുറകെ നടന്നിങ്ങനെ ആക്രമിക്കുക. എന്ത് തേങ്ങയ്ക്ക് കൊണ്ട് കോടതി കൊടുക്കണം ഹേ, അല്ലെങ്കിൽ കൊണ്ട് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം, കുഞ്ഞിനെ കാണണമെന്ന്. അപ്പോൾ സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തോ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ പോകും. അങ്ങനെ കാണിക്കും. അതിനുള്ള സംഭവങ്ങളൊക്കെ നാട്ടിലുണ്ട്. അല്ലാതെ ചുമ്മാ പോയിട്ട് വീട്ടിൽ ഭവനവേദന നടത്തി വീട്ടിൽ കയറാനോ അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്ന സ്ഥലത്തേക്ക് കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇന്ന് കയറി പോകേണ്ട സെറ്റപ്പ് ഒന്നുമല്ല. പല സമയത്തും ആൾക്കാർ ചോദിക്കാറുണ്ട്, മൂപ്പൻ വളരെ ലൈറ്റല്ല. ഞാൻ ഏത് വിഷയമായിട്ട് സംസാരിച്ചാലും സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കേണ്ട രീതി തന്നെയാണ് സംസാരിക്കുന്നത്. കുറച്ചധികം കാര്യങ്ങളിലെങ്കിലും നമ്മൾ ചെറിയ ഒരു ഇത് കാണിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ സംസാരിക്കേണ്ട രീതിയേ വേറെയാണ്. ഞാൻ ആ രീതിയിലേക്കൊന്നും പോകാത്തതാണ്. ഇത് ലീഗലി പോകുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ലീഗൽ പ്രൊസീജിയേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം എന്നൊന്നുമില്ല. അപ്പോൾ ഇത് ലീഗലി പോകുന്ന കാര്യം ലീഗലി പോകട്ടെ. നമ്മളൊരു ഡിസിഷൻ എടുത്തു, എനിക്ക് ഈ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും. അല്ലാതെ ഒരാൾ ജോലിക്ക് പോയില്ല, അല്ലെങ്കിൽ അയാൾ ഇതായി, അതായത് ഒരു സപ്പോർട്ട് ഇല്ലാത്ത ആളാണ്, അല്ലെങ്കിൽ അയാളെ കാണാൻ കൊള്ളില്ല, അതുകൊണ്ടൊന്നും ഒരിക്കലും ഒരാൾ എന്താ പറയുക ഈ ഒരു ഡിസിഷൻ എടുക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ജോലിക്കല്ല വന്നത്, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കിവിടെ ജോലിയില്ല. കൃത്യം വ്യക്തം. അത് ഒരാളെ വെറുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരാളുടെ സൗന്ദര്യമോ അയാളുടെ പണമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല. നമ്മളെ മനസ്സിനെ അങ്ങേയറ്റം ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന എന്തെങ്കിലും അയാളിൽ നിന്ന് കിട്ടുന്ന സമയത്ത് മാത്രമാണ് സീരിയസ്ലി നമുക്ക് അയാളോട് വെറുപ്പ് വന്നത്. സമൂഹത്തിൻ്റെ അകത്ത് ചില നമ്മളിപ്പോൾ ഇത് ഞാൻ എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയാല്ല, ചിലരെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ട് ഇതെന്തും ഇങ്ങനെ കട്ട ഫെമിനിസം എന്ന് വെച്ചാൽ ഭയങ്കര ഫെമിനിസ്റ്റ് സെറ്റപ്പിൽ ആണുങ്ങളെ പൂർണ്ണമായ വെറുപ്പോടുകൂടി ഇവർ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ആണുങ്ങളെ പറയുന്നത് കേൾക്കാം. ആക്ച്വലി അതിൻ്റെ അകത്തേക്കൊന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീകൾ ചില പുരുഷന്മാർ കാരണം ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ വക്കിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് അവർക്ക് പിന്നെ പുരുഷന്മാരെ കാണുമ്പോൾ മൊത്തം വെറുപ്പ് വന്നു. കാരണം അവരനുഭവിച്ച അത്രമാത്രമാണ്. അവരെ നമുക്ക് നോക്കുമ്പോൾ നാച്ചുറലി നമുക്കവരോട് അവരെന്താ ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് തോന്നാം. ബട്ട് അവരനുഭവിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴേക്കും അവർക്ക് ഇവരോട് വെറുപ്പ് തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നുള്ള കാര്യം. എല്ലാ ആണുങ്ങളും ഇങ്ങനെ ആയിരിക്കുമെന്ന് തോന്നൽ അവർക്ക് വന്നേക്കാം. പക്ഷെ അങ്ങനെ അല്ല, എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊന്നല്ല. ഇപ്പം ഞാനൊരു പുരുഷനാണ്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവണതകളൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് ഒരാളും അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചിലരുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ആണ്, അവർക്ക് പാസ്റ്റ് ലൈഫിൽ കിട്ടുന്ന ട്രോമ അത്രമാത്രം വളരെ വേദനാജനകമാകുമ്പോഴാണ് ഇങ്ങനെ ആയി പോകുന്നത്. ആ കുട്ടി സൂയിസൈഡ് ചെയ്യാതെ ജീവിച്ചിരിക്കുന്നു, അത് വലിയൊരു കാര്യം.
നിലവിൽ ഇപ്പൊ എനിക്ക് ജോലിയില്ല, ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്കിവിടെ പൈസ ആയിട്ടല്ല, ഞാൻ ഇവിടെ കട എടുത്തിട്ടാണ് ഇവിടെ കയറി വന്നത്. അപ്പോൾ ഈ കട ഞാൻ അടച്ചുകൊണ്ടിരിക്കാനാണ് എനിക്ക് പറ്റത്തുള്ളൂ, അല്ലാതെ അത് അടയ്ക്കണമെന്നുണ്ടെങ്കിലും എനിക്കൊരു ജോലി വേണം. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ തലയിൽ ഒരു ഭാരമുണ്ട്, ഒരു വലിയൊരു കടമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കട അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട്, അതായത് നമുക്കൊരു ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം എന്ന് വിചാരിച്ച് മാത്രമാണ് വന്നത്. ഈ ഒരു പ്രശ്നം നടക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ പുള്ളിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൊസീജിയേഴ്സ് നടന്ന കാര്യം ഞാൻ വന്ന ഏജൻസിക്ക് അറിയാം. അല്ലാതെ ഒറ്റ നിമിഷം കൊണ്ട്, അതായത് ജസ്റ്റ് ഒരു നിമിഷം കൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ഞാൻ ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പോസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 2.5 വർഷം മുമ്പ്, അതായത് 2023 മാർച്ച് മാസം 3-ാം മാസം ഞാൻ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു കേസായിരുന്നു. നവംബർ മാസം തൊട്ട് തുടങ്ങിയ ഒരു പ്രശ്നത്തിന് മാർച്ചിലാണ് അതിനൊരു തീരുമാനം ഉണ്ടായത്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കോൺടാക്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു ഞാൻ ശരിക്കും ഡിസിഷൻ എടുത്ത് ഞാൻ വനിതാ കമ്മീഷനിലും അതുപോലെ തന്നെ മറ്റൊരു കുടുംബ കോടതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മളെ, അതായത് ഇപ്പൊ നമ്മൾ രണ്ടാമത് ചെന്നപ്പോഴും നമ്മളെ അവർക്ക് മനസ്സിലായി. കാരണം അന്ന് അത് ഞാൻ അത്രയും സങ്കടത്തോടെ കരഞ്ഞു കൂവി ആ ഒരു കൈക്കുഞ്ഞിനെ പിടിച്ച്, എനിക്കൊരു 1 വയസ്സ് പോലും ആയിട്ടില്ല, ആ ഒരു കൈക്കുഞ്ഞിനെ പിടിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഈ ഒരു പ്രശ്നം ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു സ്ത്രീ, ഇപ്പം ഇവരുടെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റുമില്ല. അദ്ദേഹം വളരെ നല്ല രീതിയിൽ കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെ മാന്യമായിട്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്ത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് ചില മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്, ഇനി ആരും അത് ഓക്കെ, ഇനി ഞാനത് തിരുത്തും, ഞാൻ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. എനിക്ക് പക്ഷേ ഇതിന്റെ തുടക്കം മുതലേ അറിയാം, ഇതിന്റെ ഡയറക്റ്റ് ടാർഗറ്റ് ടു കുഞ്ഞാറ്റ. ഈ പെൺകുട്ടിയുടെ സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന് തകർക്കുക, ആ കുട്ടിയുടെ ലൈഫിൽ എവിടെയെങ്കിലും സമാധാനത്തിന്റെ ഒരു തരി പോലും ഉണ്ടാവാത്ത രീതിയിലേക്ക് ഇടപെട്ടുകൊണ്ടേയിരിക്കുക, നിരന്തരമായിട്ട് സമൂഹത്തിന് ഇളക്കി വിട്ടുകൊണ്ട് ആ കുട്ടിക്ക് ഒരു ബുള്ളിങ് സൃഷ്ടിച്ചു കൊടുക്കുക, അതിനും അതിന്റെ കുടുംബത്തിനും സമൂഹത്തിനോട് നേരാവണ്ണം ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരവസ്ഥ സൃഷ്ടിക്കുക. ഇത് ഇദ്ദേഹം മനഃപൂർവ്വമായിട്ട് തന്നെ ഈ വീഡിയോസിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ എവിടെ നോക്കിയിരുന്നാലും ഒരു സഹാനുഭൂതി തോന്നുന്ന, സഹതാപം തോന്നിപ്പിക്കുന്ന, വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള, ഞാൻ ഒരു ഭാര്യ, എന്നെ വിട്ടുപോയ ഭാര്യ, എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോയ ഭാര്യ, ഞാനൊരു അച്ഛനാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ വരുത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു കാർഡിറക്കി കളിച്ചൊരു കളിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ കാർഡിൻ്റെ അകത്ത് ഈ നിമിഷം വരെയും അദ്ദേഹം ജയിച്ച് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ, അഥവാ നമ്മുടെ ഈ കുഞ്ഞാറ്റയുടെ ഈ ഒരു വീഡിയോ വരുന്നത് വരെ, ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ആൾക്കാർക്ക് കുറച്ചധികം ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ഈ വീഡിയോയ്ക്കകത്തുണ്ട്. മിസ്റ്റർ ഇച്ചായൻ, പ്ലീസ് അവരെ ജീവിക്കാൻ വിടൂ. നിങ്ങൾ അതാണ് ചെയ്യാനുള്ളത്, നിങ്ങൾ ജീവിക്കാൻ വിടൂ അവരെ. അതർവൈസ് ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും ഒരു സ്ക്രാച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ രീതിയിൽ മറുപടി പറയേണ്ടി വരും സമൂഹത്തിനോട്. അവിടെ ഒരു പ്രശ്നം ഉണ്ടായതും. അപ്പോൾ ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ കാണാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഞാൻ ഈ കാര്യം പറയട്ടെ, ഈ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും ഞാൻ കണ്ടു അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസിഷൻ എടുത്തെന്നുള്ള കാര്യം ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയാം. എനിക്ക് ഒരാളെയും ഇങ്ങനെ ഇകഴ്ത്തി സംസാരിച്ചിട്ട് അയാൾ, അല്ലെങ്കിൽ വേണമെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ ഈ ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചിലപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന ഈ ഒരു വീഡിയോ അത് പോകുന്ന റീച്ച് വേറെ ലെവലിലായിരിക്കും. അത് ഞാൻ ചെയ്യാത്തത് ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്നുള്ള വ്യക്തി, നമ്മൾ തെറ്റുകളും കുറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഒരാൾക്ക് തിരുത്താൻ ഇതിലൂടെയെങ്കിലും തിരുത്തുക, മര്യാദയ്ക്ക് മാറി നടക്കുക, നിങ്ങളുടെ ജീവിതം നോക്കി പോകുക എന്നുള്ള ചിന്ത കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരൊറ്റ സ്ക്രീൻഷോട്ട് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അന്തം വിടും സുഹൃത്തുക്കളെ. അപ്പോൾ ആ കുട്ടി പറയുന്നത് കാണാനും കേൾക്കാനും നമുക്ക് ഉൾക്കൊള്ളാനും പറ്റാത്ത കാര്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് എത്തിയത് കൊണ്ട് തന്നെയാണ്. എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, എന്തൊക്കെയാണുള്ളത്? കുറേയധികം ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ പേരൊക്കെ അതിനകത്തുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല, അത് എന്തിനാണെന്നുള്ള കാര്യം അതാ പറഞ്ഞത്. അതൊക്കെ പുറത്ത് വന്ന കുറേയധികം ഫാമിലി വ്ളോഗ് ചെയ്യുന്നവന്മാരൊക്കെ ചെന്ന് കയറി ഇദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യുമെന്ന് കാര്യം പറയാൻ വേണ്ടിയിട്ട് പോലും അൺപ്രഡിക്റ്റബിളാണ്. ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇതാ പറഞ്ഞ ഇതിൻ്റെ അകത്ത് ആ വന്നേക്കുന്ന സാധനത്തിൻ്റെ ഒരു സ്റ്റോക്ക് കുറേ ഉണ്ട്. ആ സാധനങ്ങൾ അത് ഒരിക്കലും ആർക്കും അങ്ങോട്ട് നിങ്ങൾക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാനതാ പറഞ്ഞത്. ഞാൻ എന്തായാലും ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഞാനത് നമ്മൾ ആ പുള്ളിക്കാരത്തെ ആ മാന്യത കാണിക്കുന്നു. ഇയാളോടുള്ള വൈരാഗ്യം വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് അങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. കഴിഞ്ഞു, തീർന്ന്, ഖലാസ്. അത് ചെയ്തില്ലല്ലോ. എടുത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അല്ലെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ജീവിതമാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ഈ ഒരു 2023 ഒരു ഫയൽ ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും ജീവിക്കും എന്നെനിക്ക് മനസ്സിലായി. ഞാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റും, ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്ന് അന്നും മ്യൂച്വലിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒരു കുഞ്ഞുണ്ട്, അപ്പോൾ അവന് വേണ്ടിയിട്ട് അവൻ അപ്പനും അമ്മയും ഇല്ലാതെയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു കാര്യം, അതായത് 2 വർഷം മുമ്പ് കൊടുത്തിട്ട് പിന്നെ അവന്റെ കൂടെ സ്നേഹം കാണിച്ച് ഒലിപ്പിച്ച് നടന്നല്ലോ എന്ന് കുറേ പേര് കമന്റ് എടുത്ത് കണ്ടു. നമ്മൾ ലൈഫ് മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതുപോലെ തന്നെ സ്നേഹം കൊടുക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ. വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ നമുക്കെതിരായിട്ട്, അതായത് നമുക്ക് മാനസികമായിട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലോട്ട് എടുക്കാൻ ഇടയുണ്ടായത്. ഈ ഇടയുണ്ടായി ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും എനിക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയേടെ,
പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് ഒട്ടും എന്റെ മനസ്സാക്ഷിയെ അനുവദിച്ചില്ല. കാരണം ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്, ഞാൻ എൻ്റെ വീട്ടുകാർ വെറുപ്പിച്ചാണ്, എൻ്റെ വീട്ടുകാർ ഒരുപാട് ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. ലീഗലി പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനൊന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ പറയാൻ ഞാൻ സീരിയസ്ലി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അതാ പറഞ്ഞ ആ കുട്ടി വളരെ മാന്യമായി പക്വതയോടെയാണ് സംസാരിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നുള്ള ബോധത്തിലും അതോടൊപ്പം തന്നെ അയാൾക്കും ഒരു ലൈഫ് ഉണ്ടെന്നുള്ള ബോധത്തിലും ഇത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ലീഗലായിട്ട് തന്നെ പരിഹരിക്കാം എന്നുള്ള മാന്യതയിലുമാണ് ആ കുട്ടി സംസാരിക്കുന്നത്. ഒരു റിവഞ്ച് മോഡ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പേഴ്സണൽ ഒരു റിവഞ്ച് തീർക്കണം എന്നുള്ളതുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഈസി ആയിട്ട് ഇപ്പം ഈ പറഞ്ഞ ഇച്ചായനെ അടിച്ചിലുള്ള ഒരൊറ്റ നിമിഷം മതി, ബാക്കി കോടതി നോക്കിയാൽ മതി. പക്ഷെ അത് ചെയ്തിട്ടില്ല കേട്ടോ, അത് ചെയ്തിട്ടില്ല ആ കുട്ടി. അത് എന്താണെങ്കിലും ഹാറ്റ്സ് ഓഫ്, പറ്റത്തില്ല. ഇതൊന്നും നമ്മളെ കൊണ്ടൊന്നും സാധാരണക്കാര ഉള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെ ഒരു മെൻ്റൽ കപ്പാസിറ്റി, ആ കുട്ടിയുടെ മെൻ്റൽ കപ്പാസിറ്റി കിട്ടത്തില്ല. നീ ഇച്ചായനടുത്ത് വന്ന് വെല്ലുവിളിച്ചിട്ട് പുറത്തുവിടും എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ചിലതൊക്കെ നോക്കാം. അത്രയേ ഉള്ളൂ പറയാം. ില്ല എനിക്കതങ്ങനെ പറഞ്ഞ് ഒരു റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോവാണ്, ഞാൻ ഇതിന്റെ കാര്യത്തിന് പോവാണ്, കേസിന് പോവാണ് എന്ന് പറഞ്ഞ് എനിക്ക് റീച്ച് ഉണ്ടാക്കി ഇമോഷണലി ഇതാക്കി എനിക്ക് ഒരു റീച്ചിന്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് വീഡിയോ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കണം എന്നൊരു ആഗ്രഹം, ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. എന്നെ മാനസികമായിട്ട് തളർത്തുന്നവരൊന്ന് ആലോചിക്കുക. ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈഫ്, ഇങ്ങനെ ഒരു ലൈഫ് ഞാൻ തെരഞ്ഞെടുത്തത്. മരിക്കാനായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും കേൾക്കേണ്ടേ വരത്തില്ലായിരുന്നു, കാണേണ്ടേ വരത്തില്ലായിരുന്നു. ഇപ്പൊ ഞാനിത് ഇങ്ങനെ ഇത് വിളമ്പേണ്ട ആവശ്യമൊന്നും വരത്തില്ലായിരുന്നു. തന്നെ എല്ലാം പുറത്തു വന്നേനെ. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ മാനസികമായിട്ട് ഈ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും മെയിനായിട്ട് ഈ കുട്ടി പറഞ്ഞ ആ പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്ത് തുടരെ അത് പറയുന്നുണ്ട്, എന്നെ കൊണ്ടത് പുറത്ത് വിടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത്. ഞാനത് തന്നെ ഇപ്പം ഈ കുട്ടി മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഇതെല്ലാം പുറത്ത് വന്നേനെന്നുള്ളത്. അതിനുശേഷം കുട്ടി പറയുന്നതിനകത്തുള്ള കാര്യമുണ്ട്. ഇപ്പം സമൂഹത്തിന് ചിലപ്പോൾ ഈ കുട്ടിയെ ചിലപ്പോൾ കുറ്റപ്പെടുത്താൻ ഒരു താല്പര്യം കാണും, രണ്ട് സൈഡിൽ തെറ്റ് കാണുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാനിപ്പോഴും പറയുന്നു, ഈ കുട്ടിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും, അയാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും. നമുക്ക് അങ്ങനെ ചിന്തിക്കാം, സമൂഹത്തിൻ്റെ ഒരു പൊതു ചിന്താഗതിയിൽ വെച്ച് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷം ഈ കുട്ടി അതിനുശേഷം എവിടെയാണ് വന്ന് അഡ്രസ്സ് ചെയ്ത് ഇയാൾ നിരന്തരമായിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്ത് സംസാരിച്ചോ? അവിടെയാണ് ചിന്തിക്കേണ്ടത്. അത് ഒരുപാട് അവസരങ്ങൾ തന്നെയാണ് കൊടുത്തത്. ഞാൻ ജീവിച്ചോട്ടെ, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഈ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ ആൾക്കാരിലേക്കും അന്വേഷണം പോകും. അപ്പോൾ ഈ കുട്ടി ഇതിന് ശേഷം പറയുന്ന കാര്യങ്ങളുണ്ട്. താമസിച്ച വാടക വീടുകൾ അതിൻ്റെ ഓണേഴ്സിനറിയാം, അതിൻ്റെ അയൽവാസികൾക്കറിയാം, ചുറ്റുപാടുണ്ടായിരുന്ന ആൾക്കാരറിയാം, നേരിട്ടുണ്ടായിരുന്ന ആൾക്കാർക്കറിയാം എന്താണ് ഈ കുട്ടി അനുഭവിച്ചെന്നുള്ള കാര്യം. അത് കോൺഫിഡൻസ് ആണ് ഒരാളുടെ. ഇല്ലാത്തൊരു കാര്യം കള്ളത്തരം പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത നിമിഷം വേണമെങ്കിൽ ഈ പറയുന്ന വാടക വീടുകൾ കയറി ഇറങ്ങി ചോദിക്കാം, ഇതിങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സത്യം പറയും, ഇല്ല നീ ഒന്നും ചെയ്തിട്ടില്ല, ആ കുട്ടികളുടെ കള്ളത്തരം പറയുകയാണെന്ന്. അതിൻ്റെ കോൺഫിഡൻസ് ആണ്. അപ്പോൾ അത് പറഞ്ഞു. അപ്പം ഇവിടെ എല്ലായിടത്തും നമ്മൾ ചിന്തിക്കുക, എവിടെയോ ഒരു വലിയൊരു മിസ്റ്റേക്ക് ഇതിനകത്ത് കിടപ്പുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം പുള്ളിക്കാരത്തേക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്, ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ നല്ല കാര്യം. ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു വീഡിയോ എന്തായാലും നല്ലത്. പക്ഷേ കുഞ്ഞാറ്റയോട് എനിക്ക് പറയാനുള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വീഡിയോ ചെയ്യാതിരിക്കുക, നിയമപരമായിട്ട് പോവുക, അത് അങ്ങനെ തന്നെ അത് മുന്നോട്ടും പോവുക. ഉണ്ടായിരുന്നില്ല. ആ 3 ആഴ്ച ഞാൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ ഏത് സ്റ്റേജിലൂടെ കടന്നു പോയെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എങ്ങനെയൊക്കെ കടന്നു പോയി, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പോയി, എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു എന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഒരാളുടെ ജീവിതം ജഡ്ജ് ചെയ്യും. എനിക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ഇട്ടുകൊടുത്തതുകൊണ്ട് എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടുപേരുടെ ഭാഗം കേൾക്കാതെ നിങ്ങൾ ചിലപ്പോൾ ഒരു ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും, നിങ്ങൾക്കൊരു കാര്യം പറയാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ തക്കതായ റീസൺ ഇല്ലാതെ ഒരാളും ഒരു പെണ്ണും, അതും ഞാൻ ഇത്രയും കാലം സ്നേഹിച്ച് വീട്ടുകാരെയും വെറുപ്പിച്ച് എല്ലാവരെയും വെറുപ്പിച്ച് ഞാൻ കൂടെ പോയ ഒരാളെ വേണ്ട എന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പൈസയുടെ അഹങ്കാരം കൊണ്ടോ, എനിക്ക് പൈസ കുന്നുകൂടി കിട്ടാനോ ഒരുപാട് ആഗ്രഹം കൊണ്ടോ വന്ന ആളല്ല. ഞാൻ ഇവിടെ വന്നപ്പോഴും എന്റെ മനസ്സിൽ ആകെ ഒരു കാര്യം ഉണ്ടാകുള്ളൂ, ഒരു യൂട്യൂബർ എന്ന നിലയിൽ നാട്ടിൽ നമുക്ക് ലോൺ കിട്ടത്തില്ല, അതെല്ലാവർക്കും അറിയാലോ, ലോൺ കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ഇത് മനസ്സിലാക്കാൻ മനസ്സുള്ളവർക്ക് മനസ്സിലാവും എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഓക്കെ, അടുത്ത ഈ കുട്ടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത കമൻറ്റ്, കുഞ്ഞിനെ ഇവിടെ ആരും കാണിക്കാതെ തടഞ്ഞു വെച്ചിട്ടില്ല, പുള്ളിക്ക് കാണാം സംസാരിക്കാം എന്ന് അഡ്വക്കേറ്റ് മുഖേന സംസാരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അഡ്വക്കേറ്റ് മുഖേന കാണാമെന്നും പറഞ്ഞിട്ടുള്ളതാണ്. കൊച്ചിൻ്റെ കാര്യങ്ങൾ വെച്ചും വീഡിയോ ചെയ്യുന്ന റീച്ചിന് വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുപോലുള്ള ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത്. കുഞ്ഞിൻ്റെ കാര്യമായിട്ട് എടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടിയെ പോയി കാണാൻ വേണ്ടി ശ്രമിച്ചത്. അവിടെ പോയി കാണാൻ ശ്രമിച്ചു ഇദ്ദേഹം. ആ കുട്ടിക്ക് ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളോ വല്ലതും കൊടുത്തെന്ന് വിചാരിക്കും. ഈ വീഡിയോക്കകത്ത് പറയുന്നത് തോന്നുന്നു, എന്തെങ്കിലും സംഭവം കൊടുത്തു. ഇദ്ദേഹം ഇതിന് മുമ്പ് വേറെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തോ ആരോ ആണോ അവിടെ പോയിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഇദ്ദേഹത്തിനെ കാണിച്ചു കൊടുത്തു അത്രേ.
അപ്പം അവിടെ പോകുന്ന കുട്ടി എന്തെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് ഉണ്ടായെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഫുഡ് പോയ്സൺ ഈ കഴിച്ച ഈ ചോക്ലേറ്റ് കാരണം തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി. ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ആ കുട്ടിക്ക് അതിനുശേഷം വരുന്ന എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നാലും ഇയാൾക്ക് കൊണ്ട് കേസ് കൊടുക്കാം. ഈ പറയുന്ന ഇച്ചായന് കേസ് കൊടുക്കാം, കണ്ടോ എൻ്റെ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു കൊല്ലാക്കൊല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ആ പറയുന്ന കുഞ്ഞാറ്റയുടെ ഫാമിലി അകത്താവും. കൊച്ചു കുഞ്ഞാണേ, ചിന്തിക്കണം. അയാളത് ചെയ്യുമെന്നല്ല, അങ്ങനെ സംഭവിച്ചാൽ ഹൈപ്പോത്തറ്റിക്കലാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരാളൊന്നും അല്ല അദ്ദേഹം. അയാളിത് എവിടെ കൂടെയെങ്കിലും ഇവർക്കിട്ട് ഒരു നെഗറ്റീവ് അടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. എന്തിനാടേ ഇത്? അവരവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവൂ. കുഞ്ഞാറ്റ പറയുന്നത് 100% കറക്റ്റാണ്. നെവർ മൈൻഡ് അതേഴ്സ് ഡിയസ്, എ വെരി ഗുഡ് ഡിസിഷൻ, കീപ് മൂവിങ്. റിയലി താനാണോടോ പെണ്ണ്? ഇതൊക്കെയാണ് മറുപടി. ജീവിച്ച് തന്നെ കാണണം. ഞാൻ അത്രേ പറയുന്നുള്ളൂ, ജീവിച്ച് കാണിക്കൂ. കുഞ്ഞാറ്റ ജീവിച്ച് കാണിക്കണം, അത്ര. അപ്പോൾ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ഗൈസ്, ബൈ.